എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കറണ്ടൊന്നുമില്ല, വെള്ളപ്പൊക്കമായിട്ട് ഇവിടെ കറണ്ടൊന്നുമില്ല, അതുകൊണ്ട് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. ഇത്ര ലൈറ്റ് ക്ലിയർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക എല്ലാവരും, ക്ഷമിക്കുക. അപ്പോൾ എനിക്കെന്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇസ്ലാമിന് നേരെ വർഗീയത പറയാൻ കുറേ കാലമായിട്ട് ദാഹിച്ച് മോഹിച്ച് നിൽക്കുകയായിരുന്നു കുറേ മൈരന്മാർ. അതായത് ഈ സംഘികൾ, തിരുസംഘികൾ, പിന്നെ സ്വതന്ത്ര ചിന്തകന്മാരെന്ന് പറയുന്ന കുറേ മൈരന്മാർ, പിന്നെ അതേപോലെ എസ് മുസ്ലിം എന്ന് പറയുന്ന കുറേ മൈരന്മാർ. ഇവരൊക്കെ പറഞ്ഞ് ഇസ്ലാമിന് നേരെ വർഗീയത പറഞ്ഞു മടുത്തു. ഇനി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് എന്ത് കോളേജാണ്, നിർമ്മല കോളേജിൻ്റെ പേരിൽ ഒരു വർഗീയത പൊട്ടിമുളയ്ക്കുന്നത്. എന്തോ അവിടെ പഠിക്കുന്ന പിള്ളേർ നിസ്കരിക്കാൻ 1 ഏക്കർ സ്ഥലം ചോദിച്ചു എന്നോ, ആ സ്ഥലം കൊടുക്കാൻ പറ്റില്ല എന്നോ, അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൊത്തം മുസ്ലിം പള്ളി പണിഞ്ഞിട്ട് പിന്നെ മുസ്ലിം പള്ളിയാണ് ആ സ്ഥലം എന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി വർഗീയതയൊക്കെ പറയാൻ കുറേ പള്ളിയിലെ അച്ഛന്മാരും മുച്ചന്മാരൊക്കെ വന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പള്ളിയിലെ അവസ്ഥ, പിള്ളേരോട് ചോദിച്ചു കഴിയുമ്പോൾ പിള്ളേർ പറയുന്നത് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഇനി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികളെ, എന്തായാലും തീയില്ലാതെ ഒരു പുക ഉണ്ടാവില്ലല്ലോ. അതെ, അപ്പോൾ ചെറിയൊരു തീ അങ്ങനെ കൊളുത്തി ഇട്ടു, അത് വലിയൊരു പുകയായതുകൊണ്ട് ഈ ഇസ്ലാം വിരോധികൾ എടുത്ത് കത്തിക്കുന്ന അർമാദിക്കുക കിടന്നിട്ട്, വല്ലാതെ അർമാദിക്കട്ടെ. അപ്പോൾ കുറേ മൈരന്മാർ ഇതിൻ്റെ പുറകെ കയറി വർഗീയത പറഞ്ഞ് തുപ്പിക്കാറി കഷ്ടിച്ച് മുഷ്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മൈരന്മാരെന്നും എടുത്ത് നമുക്കിപ്പോൾ ചാമ്പാൻ കഴിയില്ല. അപ്പോൾ ഒരു പള്ളിയിലെ പാസ്റ്റർ എന്നും പറഞ്ഞ് ഗ്രോണൊക്കെ ഇട്ട് വെള്ള കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് ഈസോമിസോസിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അതെന്താണെന്നറിയില്ല, ഈസോമിതായിക്ക് സ്തുതിയായിരിക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ എന്ന് പറയുന്ന പാസ്റ്റർ, എൻ്റെ പൊന്നെ, ആ ചാനലിലിരുന്ന് വർഗീയത വിളിച്ച് കൂണ് കണ്ട പേറ്റ തള്ള സൈക്കില്ല കേട്ടോ. ഞാൻ കേട്ടു, ഇനി നിങ്ങളൊന്നും കൂടി കേട്ടോളേ, വളരെ സാധനങ്ങളാണ്. അപ്പോൾ കോതമംഗലത്ത് ഇതുപോലെ തന്നെ യാക്കോബായ സഭയുടെ ഉത്തരവാദിത്തത്തിലും ഉടമസ്ഥയിലും ഒരു ഹോസ്പിറ്റലുണ്ട്, വളരെ പ്രസിദ്ധമാണല്ലോ. അവിടെ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരു അച്ഛൻ അനുവദിച്ചു കൊടുത്തു. എൻ്റെ പൊന്നെ അച്ചോ, കോതമംഗലത്തിൽ ആ വെള്ള കുപ്പായം ഇട്ടുകൊണ്ട് വന്നിട്ട് തീട്ട വർത്താനം പറയാൻ വന്നിരിക്കുക. കോതമംഗലത്തിൽ അങ്ങ് ഉണ്ടാക്കി, കോതമംഗലത്തിൽ ഉണ്ടാക്കിയത് നീ ഇത്ര കാലം പറയാൻ കിട്ടിയില്ല. ഇപ്പോൾ വന്നത് എന്തിനാ? ഇപ്പോൾ ഈ തൊള്ളയും കൊണ്ട് വന്നിട്ട് ഇരിക്കുന്നത് എന്തിനാ? എന്തായാലും ഒരു വർഗീയത ഇവിടെ ആളി കത്തിയാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ആളി കത്തിക്കാന്ന് പറഞ്ഞിട്ടാ കോതമംഗലത്തിൽ എന്തായി? ഹോസ്പിറ്റലുണ്ട്, വളരെ പ്രസിദ്ധമാണല്ലോ. അവിടെ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരു അച്ഛൻ അനുവദിച്ചു കൊടുത്തു. ക്രമേണ അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ലാതായി. എങ്ങനെ എൻ്റെ പൊന്നച്ചോ ഈ വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് ഇതുപോലെ വർഗീയത പറയാൻ കഴിയുന്നത്? ഇത് പേപ്പറിലൊന്നും വന്നത് കണ്ടിട്ടില്ലല്ലോ. മുസ്ലിങ്ങൾ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ചു, പിന്നീട് അവിടെ ആ പള്ളിയിലെ അച്ഛൻ നിസ്കരിക്കാൻ സ്ഥലം കൊടുത്തു, അത് കൈയടക്കി. മുസ്ലിങ്ങളൊന്നും പേപ്പറിലോ ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ അച്ചോ. എങ്ങനെ മൈര നിനക്ക് ഇങ്ങനെ വർഗീയത പറയാൻ തോന്നുന്നത്? ഈസോമിതോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ, നീ പട്ടിണി കിടന്നാലും അയൽവാസികളെ പട്ടിണി കിടത്തരുത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കുക എന്നൊക്കെയാണല്ലോ ബൈബിളിൽ പഠിപ്പിച്ചു കൊടുക്കണത്. പിന്നെ എങ്ങനെ മൂളെ നീ ഇങ്ങനെ ആയത്? തള്ളി ഞാൻ അടുത്ത തള്ളി. അവിടേക്ക് വന്ന് ഇത്ര ഉസ്താദന്മാർ കുത്തിയിരിപ്പ് തുടങ്ങി. അത്രയ്ക്കിടെ വിശദമായി സൂക്ഷിക്കേണ്ടതാണ്. അവിടേക്ക് അന്യർക്കാർക്കും പ്രവേശനമില്ല എന്ന നിലയിലേക്ക് ഒരു പ്രത്യേക നിലയിലുള്ള അധികാരാവകാശമൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. എൻ്റെ മൈരേ, നീ വല്ലാത്തൊരു തീട്ടാണല്ലടാ. എടാ, ഇവിടെ മുസ്ലിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ, ആ ബാബരി മസ്ജിദ് കോടതിൻ്റെ നിയമപ്രകാരം കൈവിട്ടു പോയപ്പോൾ ഒരു മുസ്ലിംകളും വന്നിട്ട് ഇതുപോലെ വർഗീയത പറഞ്ഞു നീ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഉസ്താദുമാരോ ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും ഒരു മുസ്ലിംകളെ ചാനലിൽ വന്നിരുന്നിട്ട് ഇതുപോലെ വർഗീയത പറഞ്ഞു നീ കേട്ടിട്ടുണ്ടോടാ? പറയാ. പിന്നെയാണ് നിന്റെ കോളേജിൻ്റെ അകത്ത് ഇത്തിരി പോകുന്നുള്ള പള്ളി കൊടുത്തപ്പോൾ മുസ്ലിങ്ങളൊക്കെ കൂടി വന്ന് അവിടെ തപസ്സിരുന്നു, അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ഊളം നുണടിക്കുന്നത് പരനാറി. ഈ ഏതാ ഊളെ എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിനകത്ത് ഒരു മോസ്ക് അങ്ങനെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഏതായാലും പിന്നീട് വന്ന പുരോഹിതന് ഈ അപകടം ബോധ്യപ്പെട്ടു. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അതൊക്കെ ഒഴിവാക്കി, അതൊക്കെ നീക്കം ചെയ്തു. ഇത് കേട്ടാൽ നമ്മൾ ഓർക്കൊന്ന് പ്രാർത്ഥിക്കാൻ 10 പേര് കൂടുന്നിടത്ത് ഇതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം. അത് കേവലം ഒരു പ്രാർത്ഥനയല്ല. നിർമ്മല കോളേജിൽ ഒരു മോസ്ക് ഉയരും. അവിടേക്ക് ഈ കാര്യാദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട മതചിന്തകർ വരും. ചുരുക്കത്തിൽ അവിടെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ അത്
ഈ വിശാലമായ ഒരു രാജ്യത്തിനകത്തെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് പോലെ അതിനകത്തത് തുടരും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അവിടുന്ന് ഇതൊന്നും മാറ്റാൻ കഴിയില്ല. ആ മതി മതി മൈര നിർത്തി. നിന്റെ തൊള്ള വർഗീയതയാണെന്ന് മനസ്സിലായി. എങ്ങനെ മൈര നിനക്കിത് കഴിയുന്നത്? ഈ വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വർഗീയത പറയാൻ എന്തായാലും എങ്ങനെ കഴിയണം? നിനക്ക് മാത്രമേ കഴിയുള്ളൂ കേട്ടാ. എടാ, ഈ മുസ്ലിങ്ങൾ ഹൃദയം കൊണ്ടു നടന്ന ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ പോലും, അത് കൈവിട്ടു പോയപ്പോൾ പോലും ഒരു മുസ്ലിങ്ങളും വന്ന് ഇതുപോലെ വർഗീയത പറയാൻ ചെന്നിട്ടില്ല. ഒരു പണ്ഡിതന്മാരോ ഒരു മൊയ്ലേക്കന്മാരോ ഇതുപോലെ വന്നിട്ട് ചാനലിൽ നിന്ന് വർഗീയത പറഞ്ഞത് നീ എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെയാണ് നിന്റെ ഈ ഒരു കോളേജിനകത്ത് ഇത്തിരി പോകുന്ന സ്ഥലം മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ കൊടുത്തു, അത് പിന്നെ മുസ്ലിങ്ങളൊക്കെ കൂടി വന്നിട്ട് കൈയടക്കി, പിന്നെ തന്ത്രപൂർവ്വം അവരെ ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നത്. അല്ലടാ മൈര, ഞാൻ അറിയാണ്ട് ചോദിക്കുക, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി പണിയാൻ നിൻ്റെയൊക്കെ ആസനത്തിൽ വേണോ സ്ഥലം എടുക്കാൻ? നീ എന്താ വിചാരിച്ചിരിക്കും മുസ്ലിങ്ങളെ കുറിച്ച്? നിൻ്റെയൊക്കെ ആസനത്തിൽ കുറച്ച് സ്ഥലം കിട്ടിയാലേ മുസ്ലിങ്ങൾക്ക് അവിടെ പള്ളി പണിയാൻ പറ്റുള്ളൂ എന്നാ നീ വിചാരിച്ചുകൊണ്ടിരിക്കണേ? നിൻ്റെയൊക്കെ ആൾക്കാർ വിചാരിച്ച് ധരിച്ചുകൊണ്ടിരിക്കണേ? ആ ഓളെ തന്ത്രപൂർവ്വം ഒഴിവാക്കിയത്ര. ഈ തന്ത്രപൂർവ്വം നീ മണിപ്പൂരിലെ നിന്റെ ക്രിസ്ത്യൻ പള്ളികൾ സംഖ്യകൾ അടിച്ചു പൊളിച്ചല്ലോ, കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നല്ലോ, നിൻ്റെയൊക്കെ അച്ഛന്മാർ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് മറ്റേ കിണറ്റിൻ്റെ അത് കൊണ്ട് മുക്കിയിട്ട് കൊന്നല്ലോ. അപ്പോഴൊന്നും ഈ ആവേശം കണ്ടില്ല. ഇപ്പം എവിടെ നിന്ന് വന്ന് നിനക്ക് ഈ ആവേശം, ഈ ധൈര്യമൊക്കെ? അതാടാ ഷൂ നക്കിയുടെ കോണകം നക്കി ജീവിക്കുന്ന പോലെ നിന്നെ പോലുള്ള ഊളകൾക്ക് ഇപ്പോഴൊക്കെ ധൈര്യം വരും. എന്തായാലും ഒരു വർഗീയത ഇവിടെ കത്തുകയാണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് ആളി കത്തിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളക്കുപ്പായം വിട്ടുകൊണ്ട് വന്നിരുന്ന് ആൾ കത്തിച്ചോണ്ടിരിക്കുക ആശാൻ. എൻ്റെ പോന്നെ, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം കൊടുത്തു, പിന്നെ മുസ്ലിങ്ങൾ വന്ന് അവിടെ പിന്നെ പറയിക്കണ്ടതിനെ കൊണ്ട് പല പറയിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടാ. സ്വഭാവ രീതി ഇത്ര ഉളുപ്പില്ലടോ, നിനക്കൊക്കെ ഉളുപ്പില്ലടോ. ഇവിടെ സ്വന്തം മതത്തിലെ ആൾക്കാരെ അവിടെ അടിച്ചു കൊന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ സംഖ്യകൾ. അതിനെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാൻ കഴിയാത്ത ഊളെ ഇവിടെ വന്നിരുന്ന മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി കുതിര കയറിയ. പിന്നെ നിൻ്റെയൊക്കെ ആസനത്തിന് സ്ഥലം കിട്ടിയിട്ട് വേണമല്ലോ മുസ്ലിങ്ങൾക്ക് അവിടെ പള്ളി പണിയാൻ. അല്ല, ഇവിടെ മുസ്ലിങ്ങൾക്ക് പള്ളിയേ ഇല്ല. പാരനാറി ഇരുന്ന് വർഗീയത പറയാം ചാനലിന് മുമ്പിൽ നിന്നിട്ട്. പേര് അച്ഛൻ, മുച്ചനാണ് നീ, മുച്ചൻ. കുത്തിത്തിരിപ്പ് വർഗീയത ഉണ്ടാക്കുന്ന പാരനാറി. നിന്നെയൊക്കെ അങ്ങനെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുള്ളൂ. കാരണം നിനക്കൊന്നും അച്ഛനുള്ള അന്തസ്സ് ചേരില്ലടാ. കാരണം സോഷ്യൽ മീഡിയയിലിരുന്ന് 24 മണിക്കല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കഴുകന്മാരിങ്ങനെ ഓളിയിട്ട് പറക്കുക, ചത്തവൻ്റെ ഇറച്ചി കൊത്തിപ്പറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഊളകളെ. ആദ്യം എൻ്റെ പൊന്നച്ചോ അച്ഛന്മാരെ കൊണ്ട് പെണ്ണ് കെട്ടിക്ക്, അല്ലെങ്കിൽ ഇനിയും കിണറ്റിനകത്തുനിന്ന് പല മാലാക്കന്മാരും പൊങ്ങി വരാൻ ചാൻസ് കൂടുതലുണ്ട്. മഴക്കാലമാണ്, സുനാമിയൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്, വെള്ളപ്പൊക്കം വരാനുള്ള സാഹചര്യമുണ്ട്. ഒലിച്ചു പോകാതെ നോക്ക്. ഈ നാറ വായൊക്കെ നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ പറ. ഇനിയിപ്പോൾ അഥവാ നീ ഇസ്ലാമിനെ നിസ്കരിക്കാൻ അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ കൈയടക്കിയിട്ടുണ്ടെങ്കിലും അഥവാ അതിനൊക്കെ മാന്യമായ രീതിയിൽ സംസാരിക്കും. ഇനിയിപ്പോൾ ആ കോളേജിൽ പിള്ളേർ നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള അവസരം അവിടെ സാഹചര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മാന്യമായ രീതിയിൽ സംസാരിക്കുക. അതാണ് ഒരു അന്തസ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ ഈ വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് വന്നിട്ട് തോന്നിയതുപോലെ അവിടെ അവർ മുസ്ലിം അവിടെ കൈയടക്കി, മുസ്ലിം ഇവിടെ കൈയടക്കി, ഇവിടെ ആരെയാണ് കൈയടക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം മൈരേ. അപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. കൈയടക്കണൊക്കെ നമുക്ക് അറിയണമല്ലോ. മലമുകളിൽ കുരിശ് പണിയും, ഒഴിഞ്ഞ മലമുകളിൽ കുരിശ് പണിയും പറയിപ്പിക്കലേ മൈരേ.